ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ മണം കേട്ടാൽ മതി നമ്മുടെ വയറ് നിറയാൻ. നല്ല കൊതി തോന്നുന്ന മണാണ്. ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചോറുണ്ണുമ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിന് നാളികേരം വേണം. ഇത് ഞാൻ കൊട്ടത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, വെള്ളം വറ്റിയിട്ടുള്ള ഉണങ്ങിയ തേങ്ങ. അപ്പോൾ അത് ഇങ്ങനെ പൂണ്ട എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു, എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പച്ചത്തേങ്ങയൊക്കെ ആണെങ്കിൽ ചിരവി എടുക്കണമല്ലോ, ചിരവാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഇങ്ങനെ കൊട്ടത്തേങ്ങ കിട്ടിച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. കേടുവരാതിരിക്കാനും ഒക്കെ നല്ലത് കൊട്ടത്തേങ്ങ തന്നെയാണ് കേട്ടോ. ഇനി ഇല്ലാച്ച പച്ചത്തേങ്ങ തന്നെ എടുത്തോളൂ, കുഴപ്പമില്ല. കുറച്ചധികം നേരം നമ്മളത് അടുപ്പത്തിട്ട് വറക്കേണ്ടി വരും എന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അതപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച ശേഷം ഇതിൽ എനിക്ക് ഏകദേശം ഒരു നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിലൊരു 2.25 കപ്പോളം നാളികേരം പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അടികട്ടിയുള്ള എന്തെങ്കിലും പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ആദ്യം നമ്മളിതിൽ വറുത്തെടുക്കണത് ഉഴുന്നാണ്. ഉഴുന്ന് പരിപ്പ്, മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് വേണം കേട്ടോ. അത് ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3/4 കപ്പ് എടുത്താലും കുഴപ്പമില്ല. നാളികേരം കമ്മിയാണെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടുതൽ എടുത്താലും നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റിന് ചെറിയൊരു മാറ്റം വരുന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് കളറ് മാറി വരുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ അത് വറുത്ത് മൂത്ത് വരുമ്പോൾ. ആ സമയത്ത് നമുക്കിത് ഈ ഉരുളിയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഞാനത് ഉരുളിയിൽ നിന്ന് മാറ്റിയ ശേഷം ഇനി ഞാൻ ഒരു കഷ്ണം കായാണ് വറുത്തെടുക്കണത്. കായത്തിന്റെ പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ മുഴുവൻ പൊടിക്കാത്ത ഇതുപോലുള്ള കായായിരിക്കും കേട്ടോ. അത് ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് മാസങ്ങളോളം കേടുവരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഗ്ലാസ് ജാറിൽ വേണം ഇതാക്കി വെക്കാൻ. അതേപോലെ നമ്മളിത് കഴിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് വേണം എടുക്കാൻ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, കുറേ ദിവസം കേടുവരാതിരിക്കും. കായം കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ, കാരണം ചമ്മന്തിക്ക് നല്ലൊരു കായത്തിന്റെ മണമൊക്കെ വേണം, അപ്പോഴായിരിക്കും അതിന്റെ രസം ഉണ്ടായിരിക്കുക. പിന്നെ അങ്ങനെ കായം വറുത്തെടുത്ത ശേഷം ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ഒരല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇടാം. ഇത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുക, കാരണം അത്രയും പൊടിയായിട്ട് കിട്ടുന്നോ അത്രയും അത് നമുക്ക് മൂപ്പിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് കളറൊന്ന് മാറി വരണം. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഈ കുറച്ചുകൂടി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന് മണം, ഈ ചമ്മന്തിപ്പൊടിക്ക് മണം നന്നായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉള്ളി വെളുത്തുള്ളി ചേർത്തതാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങൾ എത്ര ചേർത്താലും അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നന്നായി മൂപ്പിക്കണം കേട്ടോ. ഇപ്പൊ അത് ഒരുവിധം നന്നായിട്ടെല്ലാം കളറ് മാറി വന്ന ശേഷം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാൻ പോവുകയാണ്. പിന്നെ നന്നായിട്ട് കരിവേപ്പിലയും ചേർക്കാം, അതും നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നന്നായിട്ട് മണമൊക്കെ തരുന്നതാണ്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കരിവേപ്പില ചേർക്കാം. ഇത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇനി ബാക്കിയുള്ള മൂക്കല് ഈ നാളികേരം നമ്മൾ വറുക്കുണ്ടല്ലോ അതിൻ്റെ ഒപ്പം മൂത്ത് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നാളികേരം ഇടുകയാണ്. നാളികേരം നിങ്ങൾ ചിരവി എടുക്കുകയാണെങ്കിലും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിൽ ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ ഒന്ന് എളുപ്പത്തിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ നാളികേരവും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് കളർ നന്നായി മാറണം, കരിവേപ്പില നല്ല ക്രിസ്പി ആവണം, അതുവരെ ഇത് അടുപ്പത്തിട്ട് വറുക്കുക. അതിനോടൊപ്പം നമ്മുടെ ഉള്ളിയും ഒക്കെ മൂത്ത് കിട്ടും. പിന്നെ കുറച്ച് ജീരകവും ഒന്ന് നമ്മൾ വറുത്ത് ചേർക്കണം നല്ലതാണ്. ഞാൻ ഇതിൽ ജീരകം ചേർത്തിട്ടില്ല, ജീരകവും നമ്മൾ ഒന്ന് ആദ്യം വറുത്തിട്ട് ഇതിൻ്റെ ഒപ്പം കൂട്ടണം നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ വറുക്കുന്ന നാളികേരം ഒരുപോലെ പൊടിഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ഒരുപോലെ മൂത്ത് കിട്ടില്ല. അപ്പോൾ ഈ കഷ്ണങ്ങളായിട്ട് കിടക്കണതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കളറ് മാറും, അറിയാലോ, നാളികേരം വറുക്കുമ്പോൾ അതിന്റെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും. അത് ഈ പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത മാതിരി വിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ ഇളക്കി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കൂടി വേണേ.
അപ്പോൾ ഇത് കളറൊക്കെ മാറി നല്ല നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുകയാണ്. ഇനി പൊടിയല്ല, നിങ്ങൾ മുളകാണ് ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ മുളക് നന്നായിട്ട് വറുത്ത ശേഷം ഇതിൽ ചേർത്തോളൂ. പൊടിച്ച് ചേർത്താലും മതി. മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ജോലി എളുപ്പമാവുന്നു മാത്രം. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു കൂട്ടൊന്ന്. ഇപ്പൊ ഈ ഒരു നാളികേരത്തിന്റെ ചൂട് മതി നമ്മുടെ മുളക് പൊടി മൂത്ത് കിട്ടാൻ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇടുകയാണ്. വാളംപുളി ഒന്ന് പിച്ചി ചീന്തിയിട്ട് ഇടുകയാണ് കേട്ടോ. ഒന്ന് ഇത് ഈ ചൂടോട് കൂടി തന്നെ ഈ നാളികേരത്തിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ കടന്നൊന്ന് ഇളക്കിയെടുക്കുക. കാരണം അതിൽ വല്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉഴുന്നും കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇടുകയാണ്. ഇനി സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് തണുത്ത് വന്ന ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഉരലിലിട്ട് ഇടിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. അതിപ്പോൾ എന്തായാലും നടക്കാത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കുന്നതിന് മുന്നേ നമ്മൾ ഉപ്പും കൂടി ചേർക്കണേ, അത് മറക്കരുത്. ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് അത് കേട്ടോ. ഇത് കണ്ടു, ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് കിനിഞ്ഞു വരും. നല്ല എണ്ണയൊക്കെ ഉള്ള നാളികേരമാണ്. അല്ലെങ്കിലും ഇതിങ്ങനെ പൊടിച്ചു വരുമ്പോൾ എണ്ണ അങ്ങനെ പൊങ്ങി വരും. അപ്പൊ എന്തായാലും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.